എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമുള്ള വാക്കൻ്റ് ആയിട്ടുള്ള സീറ്റ് ഫില്ല് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് കൂടി ചെയ്യേണ്ടതാണ്. അതായത് ആദ്യം വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലിങ്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങളുടെ ഹോം പേജിൽ ലഭിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷവും നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ 24 hours എടുക്കും അത് വെബ്സൈറ്റിൽ എഫക്റ്റ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സും സഹിതം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 30-ാം തീയതിക്കുള്ളിൽ ജനുവരി 30-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രോസ്പെക്ടസിൽ 32-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായും കൊണ്ടുപോകേണ്ട മറ്റു ഡോക്യുമെൻറ്റ്സാണ്, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതിൻ്റെ മാതൃക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ ഡോക്ടർ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ വിഷൻ, അതുപോലെ ഹൈറ്റ്, വെയിറ്റ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്തിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമില്ല എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്ത ശേഷം നൽകിയാൽ മതിയാകും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും വേണ്ട മറ്റു ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് വിദ്യാർത്ഥി അച്ഛൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. അതായത് നിങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അടുത്തതായിട്ട് വേണ്ടതാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ളതാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റാണ് അടുത്തതായിട്ട് ആവശ്യമുള്ളത്. അത് ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ബാങ്ക് വഴിയാണ് ചെയ്യുന്നത്, അല്ലാതെ ബാക്കി ഭാഗമാണ് ഉണ്ടാവുക. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിന്ന് നിങ്ങൾക്ക് റെസിപ്റ്റ് അതായത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് അതായത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവയാണ്. അപ്പോൾ TCക്കും സ്വഭാവ സർട്ടിഫിക്കറ്റും ചില കോളേജുകൾ 6 മാസ കാലാവധിയിലുള്ളതാണ് ആകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 പഠിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതായത് TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും പുതിയത് ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ നിങ്ങൾക്ക് വല്ല റിസർവേഷനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. മറ്റുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട മറ്റൊരു ഡോക്യുമെൻറ്റ്സാണ് ആ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്തിട്ടുള്ള വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നൽകുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ക്ലാസ് അവസാനിച്ചതിന് ശേഷമായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ പകർപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം, അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ശേഷം കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാകും. അതായത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +2 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റാണ്. അതുപോലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ആ ഒരു റിലീവിങ് ഓർഡറാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിക്കാനായിട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടതാണ് റിലീവിങ് ഓർഡർ. എല്ലാവർക്കും ആവശ്യം ഉണ്ടാവാറില്ല. അപ്പോൾ പ്രോസ്പെക്ടസിൽ 32-ാമത്തെ പേജിൽ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുമ്പോൾ ബാലൻസ് ആയിട്ട്, അതായത് സെൽഫ് ഫിനാൻഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ബാലൻസ് ആയിട്ടുള്ള ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് ചോദിച്ച് അന്വേഷിക്കേണ്ടതാണ്. എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ പ്രോസ്പെക്ടസിൽ ആ ഒരു ഫീസ് സ്ട്രക്ചർ എത്രയാണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്.
അപ്പോൾ സെൽഫ് ഫിനാൻസിൽ ചില കോഴ്സുകൾക്ക് 27,500 രൂപയോളമാണ് ഫീസ് വരുന്നത്. അതുകൂടാതെ സ്റ്റുഡൻറ്റ് വെൽഫെയർ ഫീസ് അതുപോലെ മറ്റ് ഫീസ് ഉണ്ടാകും. അത് ടോട്ടൽ കൂട്ടി ഏകദേശം 29,500 രൂപയോളം വരും. അപ്പോൾ ഡി ഫാം ഒക്കെയാണ് ലഭിക്കുന്നതെങ്കിൽ ഏകദേശം 40,000-ഓളമാണ് സെൽഫ് ഫിനാൻസിൽ ഫീ വരുന്നത്. ഗവൺമെൻറ്റിലാണെങ്കിൽ ആ ഒരു ചെറിയ ഫീസാണ്, അതായത് 6,900 രൂപയോളം മാത്രമാണ് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ വരുന്നത്. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ഈ ഒരു ഫീസ് വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുമ്പോൾ നോക്കുക എത്ര രൂപയാണ് ഫീസ് കൊണ്ടുവരേണ്ടത്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ കോളേജിൽ നിന്നും NOC വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം എടുത്തിട്ടുള്ള അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലായെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതും പിന്നീട് ലഭിക്കുന്ന അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷവും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതെ വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് അഡ്മിഷൻ പ്രോസസ്സ് അവസാനിക്കുന്ന സമയത്ത് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ റീഫണ്ട് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ലഭിക്കില്ല, കുറച്ച് കാലതാമസം എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീസും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. കാരണം ആദ്യം സെൽഫ് ഫിനാൻസിൽ ലഭിച്ചു പിന്നീട് ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം 3,000-ഓളം രൂപയോളം റീഫണ്ടായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പൈസ വിദ്യാർത്ഥികൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു NOC വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ ആൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന കോളേജിൽ തുടർന്നും പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.